അപ്പം നമ്മുടെ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഹൈ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. അപ്പം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ദോശമാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കിലോളം ദോശമാവുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇനി കുറച്ചുകൂടി ചേരുവകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് മുറിച്ചത്, 2 ഇതള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, ഒരു 5 ചെറിയ പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം ഇനി നമുക്കിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ പൊട്ടി വരണം കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉഴുന്നുപരിപ്പാണ് കേട്ടോ. ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഉഴുന്നുപരിപ്പും കൂടെ നന്നായിട്ടൊന്ന് മൂത്തൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കണ്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീയ് ഏറ്റവും ചെറുതിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മുടെ ആ ഉഴുന്നുപരിപ്പൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. ഇതൊരുവിധം ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാള ഉള്ളിയും രണ്ടും കൂടെ ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളിയും പിന്നെ കുറച്ച് നമ്മുടെ ആ കരിവേപ്പിലയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒരുവിധം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നന്നായിട്ട് ഇതിപ്പോൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു ക്യാരറ്റും കൂടെ, ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ക്യാരറ്റ് ഇനിയൊന്ന് ഭയങ്കരമായിട്ട് വേകാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് ആ ക്യാരറ്റിൻ്റെ ആ ഒരു പീസൊക്കെ നമുക്കിങ്ങനെ ഇതിനകത്ത് കടിക്കാൻ കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് എടുത്ത് അവിടെ ഇരിപ്പുണ്ട്. ഈ മാവിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 1/2 കിലോ അധികം, ഒരു 3/4 കിലോ മാവൊക്കെ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ബാക്കി ആ മാവിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ആ ഒരു ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വീതം മാത്രം എണ്ണ എല്ലാ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയെല്ലാം കരിഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ ഉള്ളിത് വേകാതെ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, നമ്മുടെ ഉണ്ണിയപ്പം പോലെ. പിന്നെ ഇതിനകത്തേക്ക് ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ കുറച്ച് മാത്രം ചേർത്ത് നമുക്ക് കുഴിപ്പനിയാരം ഇതുപോലെ തന്നെ ഏകദേശം ഉണ്ടാക്കിയെടുക്കാം പറ്റും കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര, ക്യാരറ്റ്, പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ നമ്മുടെ ദോശമാവ് ഇത്തിരി പുളിച്ചതാണെങ്കിൽ ആ പുളിയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്നാക്കിൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഇതിനെ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് വെച്ച് ഒരു സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 3 മിനിറ്റ്, ഒരു 3 to 4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു 3 മിനിറ്റ് വീതം തിരിച്ച് മറിച്ചിട്ട്
കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പലഹാരം നമുക്കിവിടെ കിട്ടും കേട്ടോ. പിള്ളേർക്കൊക്കെ ആ ഒരു ചെറിയ മധുരവും ആ ഒരു പുളിപ്പും പിന്നെ ആ നമ്മുടെ ക്യാരറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു ക്രഞ്ചിനെസ്സും എല്ലാം കൂടി ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. പിള്ളേരെല്ലാം ചോദിച്ച് മേടിച്ച് കഴിച്ചോളുവേ. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയും ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. പിന്നെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.